ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ പൊട്ടിത്തെറിച്ച് തയ്യാറാക്കിയെടുക്കാം. ഇത് മലബാർ ഹോട്ടൽസുകളിൽ കണ്ടുവരുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ്. അതുമാത്രമല്ല, നോമ്പ് കാലങ്ങളിലാണ് ഹോട്ടൽസിലൊക്കെ കണ്ടുവരുന്നത്. നമ്മുടെ വീട്ടിലെങ്ങനെ സെയിം ടേസ്റ്റോട് കൂടി തന്നെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബോൺലെസ് ചിക്കൻ എടുത്ത് വെക്കാം. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതെങ്ങനെ പരത്തിയെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ റോളർ ഉപയോഗിച്ചിട്ടാണ് അടിച്ച് പരത്തിയെടുത്തത്. ഒരു ചിക്കൻ എടുത്ത് വെക്കാം. ഇതുപോലെ പതുക്കെ ഒന്ന് അടിച്ച് പരത്തിയെടുക്കണം. ഓവറായിട്ട് അടിക്കരുത്, ചിക്കൻ ഒന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, കാശ്മീരി റെഡ് ചില്ലി പൗഡർ. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ മുളക് അല്ലെങ്കിൽ സാധാ നോർമൽ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു നുള്ള് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ആണ് ചേർത്തത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. മാക്സിമം 2 മണിക്കൂർ വെച്ച് എടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് അടർത്തി മാറ്റാം. രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ പുറത്തെടുക്കാം. ഈ ചിക്കനിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്ത സ്ക്യൂർ എടുത്ത് വെക്കാം. ഈ സ്ക്യൂറിൽ നമുക്ക് ഓരോ ചിക്കൻ പീസസ് ആയിട്ടും കോർത്തെടുക്കാം. നമുക്ക് ഒരു സ്ക്യൂറിൽ 2 ചിക്കൻ ആയിട്ട് കോർത്തെടുക്കാം. ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ എല്ലാ ചിക്കൻ പീസസും കോർത്തെടുക്കാം. ഇതിനുശേഷം നമുക്ക് നേരത്തെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച സമൂസ ഷീറ്റിൽ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കണം. എല്ലാ ചിക്കൻ പീസസും നന്നായിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാ ചിക്കനും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ നല്ല ക്രിസ്പി ആയിരിക്കണം.
നമ്മുടെ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മലബാർ ചിക്കൻ പൊട്ടിത്തെറിച്ച് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ആൻഡ് ഷെയർ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.